ഇവിടെ എന്താണ് ഇത്ര തിരക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ നിറപുത്തരി ചടങ്ങാണ്. പണ്ട് തൊട്ടേ ഓണത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന നമ്മുടെ ഈ ഒരു നിറപുത്തരി ചടങ്ങ് ക്ഷേത്രങ്ങളിൽ പലയിടത്തും ആചരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നിറപുത്തരി ദിവസമാണ്. രാവിലെ ആയിരുന്നു, അതിപ്പോ കഴിഞ്ഞു. അപ്പൊ അതിന്റെ കുറെ കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിറപുത്തരി ഇത്തിരി ഇന്ന് വിളമ്പിയ നീക്കിയകത്തുകരേറിയ പന്തളമാ. പുത്തരിയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പണ്ട് തൊട്ടേ ഈ ഒരു നെൽക്കതിരുണ്ടിൽ കുറയ്ക്കുന്ന ആ ഒരു നെൽക്കതിര് പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങാണ്. എന്നിട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നെൽക്കതിര് കുറേ പേര് വീട്ടിൽ കൊണ്ടുപോയി പത്തായത്തിലൊക്കെ വെച്ചാൽ അവർക്ക് ഐശ്വര്യവും അടുത്ത തവണ നല്ല വിളവൊക്കെ കിട്ടും എന്നുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു നിറപുത്തരിയുടെ ഒരു വിശ്വാസം. ആദ്യം നമ്മളെ കൃഷിയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന നെൽക്കതിര് അവിടെ വെച്ചിരിക്കും, ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ അതിന് ശേഷം അവിടെ ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ശാന്തി വന്ന് പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഈ ഒരു നെൽക്കതിര് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത്. എടുത്തുകൊണ്ട് നേരെ പോവുകയല്ല, അത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം തലയിൽ വെച്ച് ക്ഷേത്രത്തിന് വലത്ത് വയ്ക്കും. ഒരു വലത്ത് വെച്ച് അതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി അവിടെ സമർപ്പിക്കും. അതിനുശേഷം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന നെൽക്കതിരും കൊണ്ട് ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതാണ് ഈ ഒരു ചടങ്ങ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു നിറപുത്തരി ചടങ്ങെന്ന് പറയുന്നത്. അപ്പം പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. പാടത്ത് വിളങ്ങി പാകമായ നെൽക്കതിരുകളാണ് മുറിച്ചെടുത്ത് പൂജയ്ക്കായിട്ട് ഇവർ കൊണ്ടുവരുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിറപുത്തരി ദിവസത്തിലെ പ്രത്യേക പൂജകളും കതിരുകൾ വിതരണം ചെയ്യലും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മുടെ പൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഈ കാണുന്നത്. നമ്മളെ കൊല്ലം ജില്ലയിലാണ്, പരവൂരിനടുത്താണ് പൂതക്കുളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അവിടുത്തെ നിറപുത്തരി ചടങ്ങാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് തിരക്ക് കുറവാണ്. സാധാരണ ഇതിലും തിരക്കുകൾ കാണുന്നതാണ്. ഒരുപാട് പേര് വന്ന് അവരെല്ലാം ഈ ഒരു നെൽക്കതിര് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് പോകും. ആ ഒരു വലത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ബാക്കി പൂജയും കാര്യങ്ങളും ഒക്കെ. കേരളത്തിൻ്റെ ഗ്രാമീണ സംസ്കാരവും കാർഷിക ജീവിതത്തിൻ്റെ മഹത്വവും വിളിച്ചോതുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ ഈ ഒരു നിറപുത്തരി. പ്രകൃതിയോടുള്ള ആദരം, കർഷകരോടുള്ള ബഹുമാനവും വരുംകാലത്തും സമൃദ്ധി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയും ഈ ഒരു ചടങ്ങിലൂടെ പ്രകടമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. നല്ല മഴയായിട്ട് പോലും ഒരുപാട് പേര് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കൃഷിയോടുള്ള പ്രാധാന്യവും വിളിച്ചോതുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിറപുത്തരി ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ അതിരാവിലെ ആയിരുന്നു, നേരം വെളുത്തതും പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം പൂജയും കാര്യങ്ങളും എല്ലാം തീർന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നിറപുത്തരി ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല നിറപുത്തരിയുടെ ഒരുപാട് കാര്യങ്ങളും കഥകളും എല്ലാമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേ എനിക്കിതിങ്ങനെ കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരൊരു വിളയിച്ച ആ ഒരു നെൽക്കതിര് ആദ്യം കിട്ടുന്ന വയലിൽ നിന്നും കിട്ടുന്ന ആ ഒരു നെൽക്കതിരും കൊണ്ട് അവർ പൂജയ്ക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് പൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി അത് കുറേശ്ശെ എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി പത്തായത്തിലൊക്കെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പണ്ടുതൊട്ടേയുള്ള വിശ്വാസങ്ങളാണ്. അതിപ്പോഴും ഇങ്ങനെ ഓണത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു മാസം ഇങ്ങനെ ചെയ്തു പോകുന്നു എന്ന് കാണുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ, സൈനിങ് ഓഫ്.